നമ്മുടെ മലയാള സിനിമയിൽ നിന്നും നിരവധി താരങ്ങൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പല നടീനടന്മാരും 30 വയസ്സ് പോലും തികയ്ക്കാൻ കഴിയാത്തവരാണ്. 50 വയസ്സിന് മുകളിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ താരങ്ങൾ. സുബി സുരേഷ് ടെലിവിഷൻ അവതാരികയും ഒരു ഹാസ്യ നടിയുമായിരുന്നു സുബി സുരേഷ്. 1993 മുതൽ താരം സിനിമാ രംഗത്ത് സജീവമാണ്. 2023 സുബി സുരേഷ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരിക്കുമ്പോൾ താരത്തിന് 41 വയസ്സായിരുന്നു. കരൾ രോഗത്തെ തുടർന്നാണ് താരം വിട പറഞ്ഞത്. മോനിഷ ഉണ്ണി നഖക്ഷതങ്ങൾ എന്ന ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഒരു 15 വയസ്സുകാരി സുന്ദരിയായിരുന്നു മോനിഷ ഉണ്ണി. നല്ലൊരു നർത്തകി കൂടിയായിരുന്ന മോനിഷ ഉണ്ണി 21 വയസ്സിലാണ് വിട പറയുന്നത്. കാർ അപകടത്തിലാണ് താരം മരിച്ചത്. തരുണി സച്ദേവ് വെള്ളിനക്ഷത്രം എന്ന സിനിമ മാത്രം മതി തരുണിയെ നമുക്ക് ഓർത്തെടുക്കാൻ. ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ തരുണിക്ക് വയസ്സ് 5. 14 വയസ്സിലാണ് തരുണി സച്ദേവ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്നതിന് മുൻപായി 4 ചിത്രങ്ങളിലും 50-ലധികം പരസ്യങ്ങളിലും താരം അഭിനയിച്ചു. തരുണിയുടെ 14ാം ജന്മദിനത്തിലാണ് വിമാന അപകടത്തിൽ മരിക്കുന്നത്. മയൂരി ആകാശഗംഗ എന്ന മലയാള ചിത്രത്തിലൂടെ യക്ഷിയായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടിയാണ് മയൂരി. സമ്മറിംഗ് ബെത്ലഹേം, പ്രേം പൂജാരി, ചന്ദമാമ എന്നീ ചിത്രങ്ങളിലും മയൂരി അഭിനയിച്ചു. 22ാം വയസ്സിലാണ് മയൂരി ആത്മഹത്യ ചെയ്യുന്നത്. മയൂരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയത്: ജീവിതത്തിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നത്. സിൽക്ക് സ്മിത ഒരു വശ്യമായ സൗന്ദര്യത്തിനുടമയായിരുന്നു സിൽക്ക് സ്മിത. മാദകറാണി എന്നറിയപ്പെട്ടിരുന്ന സിൽക്ക് സ്മിത 35ാം വയസ്സിലാണ് ആത്മഹത്യ ചെയ്യുന്നത്. സിൽക്ക് സ്മിതയുടെ 18 വർഷത്തെ സിനിമാ കരിയറിൽ 450-ലധികം ചിത്രങ്ങളുടെ ഭാഗമാകാൻ താരത്തിന് സാധിച്ചു. ഒരു ഹോട്ടൽ മുറിയിലാണ് താരത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് വ്യക്തമല്ലെങ്കിലും സിൽക്ക് സ്മിതയുടെ മരണം ഇന്നും ദുരൂഹമായി തുടരുകയാണ്. വിജയശ്രീ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു വിജയശ്രീ. നിത്യഹരിത നായകൻ പ്രേം നസീറിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയാവാൻ വിജയശ്രീക്ക് ഭാഗ്യം ലഭിച്ചു. മലയാളത്തിലെ മെർലിൻ മാംഗോ എന്നാണ് അക്കാലത്തെ മാധ്യമങ്ങൾ വിജയശ്രീയെ വിശേഷിപ്പിച്ചിരുന്നത്. 21ാം വയസ്സിലാണ് താരം വിഷം കഴിച്ച് മരിക്കുന്നത്. പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണമെന്തെന്ന് ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. സൗന്ദര്യ പേര് പോലെ തന്നെ ഈ നടിയെ നാം ഓർത്തിരിക്കാൻ കാരണം തന്നെ നടിയുടെ സൗന്ദര്യമായിരുന്നു. ശ്രീദേവിക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള മറ്റൊരു നടി ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. സൗന്ദര്യ മലയാളത്തിൽ അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. 2 സിനിമകളും മലയാളികളുടെ മനസ്സിൽ ഇന്നും ഓർത്തിരിക്കുന്നു. 12 വർഷത്തെ സിനിമാ കരിയറിൽ 100-ലധികം ചിത്രങ്ങളിൽ സൗന്ദര്യ അഭിനയിച്ചു. താരത്തിൻ്റെ 31ാം വയസ്സിലാണ് ലോകത്തോട് സൗന്ദര്യ വിട പറയുന്നത്. വിമാന അപകടത്തിലാണ് താരം വിട പറയുന്നത്.